മലയാളം സിനിമകളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമ്മൾ ഒരുപാട് കാണാറും കേൾക്കാറുമുണ്ട്. നമ്മുടെ മലയാളത്തിലെ ദ ബിഗ് എംസിൻ്റെ മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ചർച്ചകളൊന്നും കൂടി മുറുകും. ഒന്നല്ലെങ്കിൽ ഫാൻ ചർച്ചകളായിരിക്കാം, അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്ത ഒരു സിനിമയുടെ കഥയായിരിക്കാം. അങ്ങനെ ഒരുപാട് മലയാളം സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചർച്ച എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓണാണ്. ഓക്കെ, അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം ആളുകൾ ഈ മമ്മൂട്ടി മോഹൻലാലും ഏജ് അനുസരിച്ച് അഭിനയിച്ചൂടെ, വയസ്സിനൊത്ത പ്രായത്തിനൊത്ത പരിപാടി ചെയ്താൽ പോരെ, ബിഗ് വെച്ച് അഭിനയിക്കണോ, ഇവരിപ്പോഴും പൊട്ടിയിട്ട് ഗ്ലാമറാണ്, ഏജ് റിവേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞ് എന്തിനാ അത്ര ചർച്ചകൾ നടത്തുന്നത്? അവർക്കൊക്കെ അവരുടെ ആ ഒരു ഏജിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് ചെയ്താൽ പോരെ, അങ്ങനെ നടന്നാൽ പോരെ, എന്തിനാ നിര മാറ്റി കറുപ്പിക്കണേ? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പലതും. ഓക്കെ, ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് സ്ത്രീകൾക്ക് വാല്യൂ ഉള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ പക്ഷം പറയുന്ന, സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകൾ മലയാളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുരുഷന്മാരുടെ ഒരു ഡോമിനേറ്റിംഗ് സ്റ്റോറി ലൈനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ വരുന്നത്. അൺഫോർച്ചുനേറ്റ് ആണ്. അങ്ങനത്തെ സിനിമകളിൽ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച് അത് കൂടുതൽ ചർച്ചയാകുന്നു. അങ്ങനെയൊക്കെ കുറേയധികം എന്താ പറയുക, ഫാലോസെൻട്രിസമാണ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അത് അൺഫോർച്ചുനേറ്റ്ലി ഫെമിനിസം പറയുന്ന സ്ത്രീകൾക്കാണെങ്കിൽ പോലും ഫാലോസെൻട്രിസം എന്ന് പറഞ്ഞ ഒരു സംഗതിൻ്റെ മുകളിൽ ഇവരിടുന്ന കുറേ പൊടിമറകൾ കാരണം ഇവരും അങ്ങനത്തെ സിനിമകൾ ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഓൺ ദ അതർ ഹാൻഡ് വേറെയുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു സിനിമ ലാലേട്ടനോ മമ്മൂട്ടിയോ സെലക്ട് ചെയ്യുന്നു. സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ട് നോക്കുക എന്താ, ആ കഥ പബ്ലിക്കിന് വർക്കൗട്ട് ആവുമോ, അവരെ കൊണ്ട് അത് എത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർ പ്രീവിയസ്ലി ചെയ്ത കഥാപാത്രങ്ങളെ പോലെ തന്നെയാണോ ഇതും, എന്തെങ്കിലും പുതുമയുണ്ടോ, ഇല്ലെങ്കിൽ ഇത് അതിൻ്റെ ബാങ്കബിലിറ്റി എത്രത്തോളമാണ്, പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കിട്ടും, ഇതൊക്കെ അവർ നോക്കും. കാരണം അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണല്ലേ. അപ്പോൾ ഈ ലാലേട്ടനെയും മമ്മൂട്ടിനെയും വീണ്ടും വലിച്ചിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ പ്രായം പറഞ്ഞ് അവരിപ്പോഴും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാസ്കുലിനായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രം എടുത്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും ആലോചിക്കുക, ഈ ആണുങ്ങളുടെ സിനിമ അല്ലെങ്കിൽ ആണത്തമുള്ള സിനിമ, ആണത്തമുള്ള കഥാപാത്രങ്ങൾ, ഇതൊക്കെ ഇപ്പോഴും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകളോ ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ സൊസൈറ്റിക്കകത്ത് ഇപ്പോഴുണ്ടോ? പണ്ടത്തെ ഒരു എന്താ പറയുക, ഒരു സൊസൈറ്റിയും ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി നിങ്ങൾ കമ്പയർ ചെയ്യും. ഇപ്പോഴത്തെ സൊസൈറ്റിക്കകത്ത് ആരും ഈ പുരുഷത്വം, സ്ത്രീത്വം ഇതൊന്നും ചർച്ച ചെയ്യാനില്ല. ദേ ഓൾ ആർ ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. ഇവിടെ എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി, ആ ഒരു ലൈനിലാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ക്വയറ്റ് അൺഫോർച്ചുനേറ്റ് ഇപ്പോഴും കുറേ ആളുകളുടെ കയ്യിൽ ഒരു വേദിയും മൈക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും പോണത് എങ്ങോട്ടാ, ഈ പറഞ്ഞ ഫെമിനിസം, മാസ്കുലിനിസം, ഫാലോസെൻട്രിസം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും ഒരു വഴിക്ക്. ഓക്കെ, അപ്പം അതിൻ്റെ അങ്ങനെ പറഞ്ഞ ഒരാളുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ വെക്കുന്നത്. 34 പറയുന്നതെന്നാ നോക്കാം. ഇപ്പം ഞാൻ കാണുന്നുണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമയുടെ ആഘോഷം. അങ്ങനെ ആഘോഷിക്കാം, അത് ഭയങ്കര പുതുമയാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചു. ബട്ട് വാട്ട് ഇസ് ഹി ട്രൈങ് ടു സേ? അത് കൃത്യമായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ഫാലസിന്റെ ചുറ്റുമുള്ള ലീലകളല്ലാതെ. അതിൽ എനിക്ക് വിഷമം തോന്നി. ഞാൻ ഫേസ്ബുക്കിൽ ഓരോരുത്തരും ഈ സിനിമ എങ്ങനെ കണ്ടു എന്ന് നോക്കുമായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് കുക്കുവിന്റെ പോസ്റ്റ്, കുക്കൂടെ ഉണ്ടോന്ന് അറിഞ്ഞൂടോ, പോസ്റ്റ് കണ്ടപ്പം എനിക്ക് അത്ഭുതമായി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും അറിയാതെ ഒരു അങ്ങനെയുള്ള ഈ ഫെമിനിസ്റ്റ് ആസ്പിറേഷനുള്ള ഒരു സ്ത്രീക്ക് പോലും അത് വിഴുങ്ങേണ്ടി വരുന്ന വിധം വളരെ സ്മൂത്തായിട്ട് സ്മഗിൾ ചെയ്ത് കേട്ടിട്ടുള്ളതാണ് ഈ മെയിലിന്റെ ഡോമിനേഷൻ. അതൊരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പറ്റില്ല എന്നാണ്. വാലിബന്റെ അകത്ത് മെയിൽ ഡോമിനേഷൻ, കമോൺ. വാലിബൻ എന്ന് പറയുന്ന ഒരു വാരിയർ, ഒരു ഫൈറ്റർ, വാലിബൻ എന്ന് പറയുന്ന ഒരു ഓബിയസ്ലി അതാണ് ഒരു സെൻട്രൽ ക്യാരക്ടർ അതിനകത്ത്. അത് വിചാരിച്ചിട്ട് ആ സിനിമയിൽ ഒപ്പമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള വാല്യൂവും കൊടുക്കാതെ, ഒരു തരത്തിലുള്ള ഡെപ്തും കൊടുക്കാതെയാണ് ആ സിനിമ ചെയ്ത് വെച്ചിരിക്കണേന്നൊക്കെ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നുള്ളൂ. ആ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ ചെയ്യുന്ന വാലിബൻ, ആ വാലിബനെ ചുറ്റിപ്പറ്റിയിട്ടല്ലേ കഥ പോണ്ടേ? അത് നിങ്ങൾ പറയുന്നത് എന്താ, നാളെ ഒരു ഗുസ്തിക്കാരിയുടെ സിനിമ ഇറക്കിയാൽ മതിയെന്നോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താ എനിക്ക് മനസ്സിലാവണില്ല. ഇങ്ങനെ സംസാരിക്കുന്നവരുടെ പ്രശ്നം എന്താ? നിങ്ങളത് എത്രയോ വുമൺ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങുന്നില്ലേ? ഇല്ലേ? ആ ടൈമിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പുരുഷൻ വന്നിരുന്നിട്ട് സ്ത്രീയെ മാത്രം വെച്ച്, സ്ത്രീക്ക് മാത്രം പവർഫുള്ളായിട്ടുള്ളൊരു
ക്യാരക്ടർ കൊടുത്തൊരു സിനിമ എന്തിനിറക്കുന്നു എന്ന് ഏതെങ്കിലും ആണുങ്ങൾ ഒന്ന് ചോദിക്കാറുണ്ടോ അവിടെ? അപ്പോൾ ആ ഒരു വ്യക്തിയുടെ, ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേഴ്സണൽ താല്പര്യമാണ് അയാൾ ഏത് ക്യാരക്ടർ, അതിൽ ആരെ കൊണ്ടുവരണം, അയാളുടെ സ്റ്റോറി ലൈൻ എന്താണെന്നുള്ളതൊക്കെ അയാളുടെ താല്പര്യമല്ലേ. വേണേ കണ്ടാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കണ്ട വേറൊരു വ്യക്തി, ഫെമിനിസം ആസ്പയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തി അടക്കം ആ ഗിമിക്കിൽ വീണുപോയി അവരവരുടെ അഭിപ്രായമായിരിക്കും കുക്കു പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങളെല്ലാം കൂടി ഒരൊറ്റ എല്ലാ ആണിനെ കണ്ടാലും ഇയാളൊരു മാസ്കുലിൻ റെപ്രസെൻറ്റേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാണുന്നതും നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ ചുറ്റുപാടുമുള്ള ആണുങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വെറുപ്പ്, നിങ്ങൾക്ക് ആ ഒരു വെറുപ്പാണ്, നിങ്ങൾക്ക് ആണുങ്ങളുള്ള ഒരു വെറുപ്പാണ് എനിക്ക് പേഴ്സണലി ഇരുന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഈ ഇരുന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വാലിബൻ സിനിമയ്ക്കകത്തുനിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, എന്തുകൊണ്ട് വാലിബനിൽ ആണത്തം ആഘോഷിക്കപ്പെടുന്നു എനിക്കറിയാൻ പാടില്ല. മോബിയസ് എന്ന് പറയുന്ന സിനിമ ഉണ്ട്, കിൻകി ഡുക്കിന്. അതിൽ അയാൾ ബൊംബാർഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള പറയുന്ന പോലെ അവസാന സീനിൽ സ്വന്തം പെനിസിനെ വെടിവെച്ച് തകർത്തിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ തന്നെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാതലിനെ പറ്റി പറയും. എനിക്ക് ജിയോ ബേബിൻ്റെ എല്ലാത്തരം നമുക്കറിയാം, ഒരുപാട് കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജിയോ ഒക്കെ ചെയ്യുന്നത് വലിയ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങളാണ്. പക്ഷെ കാതൽ എന്താണ് പറയുന്നത്? കാതൽ എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഫാലസിനെ ചുറ്റുമാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ സ്വന്തം ഏജ് കളിക്കാൻ പറ്റാത്തത്? കാരണം പ്രായമായാൽ ഇറക്ഷൻ ഓഫ് ദി പെനിസ് ആലോചിക്കാൻ പറ്റില്ല ആൾക്കാർക്ക്. പ്രായമായ ഒരു നായകനെ, അസുഖമായ നായകനെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് വി ആർ കൺസേൺഡ് അബൌട്ട് ദ ഫാലസ്. അതുകൊണ്ടാണ് ഗതികെട്ട് കിതപ്പ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പ്രായമായിട്ടും നായകന്മാർക്ക് ചെറുപ്പക്കാരായിട്ടുള്ള എന്ന് വെച്ചാൽ ആ പൊട്ടൻഷ്യൽ മെയിൽ ഉണ്ടല്ലോ അത് തന്നെ എനാക്ട് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് കാതലിൻ്റെ എല്ലാം കേന്ദ്രീകരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ. അത് ഞാൻ അത് കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നതല്ല, ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് കാതൽ ചർച്ച ചെയ്യാനെങ്കിലും വന്നത് നമുക്കറിയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കി. മുപ്പത്തിയാർക്ക് കുറ്റം പറയും വേണം, എന്നാൽ കുറ്റം പറയാതിരിക്കും. കാരണം ജിയോ ബേബി ആ ഒരു കാതൽ എന്ന് പറഞ്ഞ വർക്കിലേക്ക് മമ്മൂക്ക എന്നൊരു പറഞ്ഞ ഒരാളെ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കേസ്, ഇപ്പോൾ ഈ പറയുന്ന ലേഡി അടക്കം മലയാളത്തിൽ നിന്ന് തന്നെ എത്ര യങ് ജനറേഷനിൽ പെട്ട ആളുകൾ ആ ഒരു റോൾ ഏറ്റെടുക്കാൻ റെഡിയാവും. അവിടെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിൻ്റെ ഒരു വാല്യൂ കിടക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ മലയാള ജനത ചിന്തിക്കൊന്നുമില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഒരു കേസ് പറയട്ടെ, മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ഒരു 5 വർഷം മുമ്പ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ, ഇപ്പോൾ മമ്മൂക്ക അപ്പോഴും എനിക്ക് കുറവാണ്, ലാലേട്ടൻ വീണ്ടും ചെയ്തിട്ടുണ്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു 30-40s ആ ഒരു ഏജുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. 10-15 കൊല്ലം മുമ്പെയാണ് അവരൊക്കെ കോളേജ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, റിട്ടയർഡ് പോലീസുകാരൻ, കാതലത്തെ പോലത്തെ റോള്, അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിൽ ഒരു ഇല്ലാത്തൊരു കഥാപാത്രത്തിനെ പോലെ ഒരു ഗുസ്തിക്കാരൻ. ലാലേട്ടനാണെങ്കിലും ഈ പറഞ്ഞ മമ്മൂക്കയാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ഈ പറഞ്ഞ പോലെ കോളേജ് കഥാപാത്രങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ. പ്രേമിക്കാൻ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നില്ല. അവരൊക്കെ അവരുടെ ആ ഒരു ഇരുത്തം വന്ന കഥാപാത്രങ്ങളിലേക്ക് തന്നെയാണ് അവരിപ്പോൾ പോകുന്നത്. കൂടുതൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അവർക്ക് വേണ്ടി ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ they are the still they are the legends, they will remain. അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് പറയാൻ പറ്റി. ജിയോ ബേബി സിനിമ ഉണ്ടാക്കിയതും മമ്മൂട്ടി ആയതുകൊണ്ടും ഇത് ആളുകളിലേക്ക് ആ ഒരു ഗ്രാൻഡ് കോൺസെപ്റ്റ് എത്തുന്നുണ്ട്. അതന്നെയല്ലേ വേണ്ടേ? അല്ലാതെ നിങ്ങൾ ഈ പറയുമ്പോൾ മമ്മൂക്കി മോഹൻലാൽ എന്ന് പറഞ്ഞ 2 ഫാലിസിനെ ചുറ്റിപ്പറ്റിയിട്ട് മാത്രമുള്ള ഈ ഒരു അതൊക്കെ എന്താ പറയുക, നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് കേട്ടോ, ഇവർക്ക് ഇപ്പോൾ ഈ മമ്മൂക്കാൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ ഏജ് പറയുക, നിങ്ങൾക്ക് ഈ ഏജിലും നിങ്ങൾ എന്തിനിങ്ങനെ പുട്ടിയിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മലയാളി സൊസൈറ്റിക്ക് ഇറക്ഷൻ ഓഫ് പെന്നീസ് ഈ വയസ്സിലുള്ള ആ വ്യക്തിക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ എടുത്ത് നോക്കും. ഇങ്ങനെ പറയുന്നവർ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കും. നിങ്ങളടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള ഏജിനേക്കാൾ കുറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറില്ലേ? മുടി ഡൈ അടിക്കാറില്ലേ? ടാറ്റു അടിക്കാറില്ലേ? അത്യാവശ്യത്തിന് കുറച്ച് മേക്കപ്പും കാര്യങ്ങളും ചെയ്യാറില്ലേ? എല്ലാ ഹ്യൂമൻ ബീങ്സ് ദേ വിൽ ഡു ദാറ്റ്. പിന്നെന്താ മോഹൻലാലും മമ്മൂട്ടിക്ക് മാത്രം ഇത്ര വലിയൊരു സ്പെഷ്യാലിറ്റി? അവർ ഏജ് റിവീൽ ചെയ്ത് നടക്കണം, അല്ലെങ്കിൽ അവരെ ഏജിനൊത്ത
കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അതെങ്ങനെ? പ്രേക്ഷകർക്ക് ഇഷ്ടം അവരെ ഒന്നും കൂടി ഗ്ലാമറസ് ആയിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെ വരും. ചില കഥാപാത്രങ്ങൾക്ക് ഒട്ടും ഗ്ലാമർ ഇല്ലാതെങ്കിൽ അങ്ങനെയും വരും. അതിനൊക്കെ ചെയ്ത ആളുകളല്ലേ ഇവർ. നിങ്ങളെന്താ പറയുക, ഒരു വൺ ഡയമെൻഷൻ. ഇപ്പം നിങ്ങൾ ഈ പറയും ഓബിയസ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്, ലാസ്റ്റ് പെന്നീസ് വെടിവെച്ച് കളഞ്ഞു. അതെന്താ സ്റ്റോറി? ഒരു അച്ഛൻ്റെ വഴി വിട്ട ബന്ധം കണ്ട മകൻ, ആ മകൻ്റെ സാമാനം മുറിക്കാൻ പോണ അമ്മ, അതിന് പിന്നാലെ നടക്കണ അച്ഛൻ, ലാസ്റ്റ് അമ്മയും അച്ഛനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് താഴുമ്പോൾ സാമാനം വെടിവെച്ച് മകൻ പോയിട്ട് പിന്നെ ധ്യാനത്തിന് പോവുക. ഇതാണ് ആ സിനിമ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മറ്റേ ആണുങ്ങളെ സാമാനം വെടിവെച്ച് പൊട്ടിക്കുന്നത് അത് ആക്സെപ്റ്റബിൾ ആണ്, അത് വലിയ വിഷയമൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ പാറ്റേണിൽ ഈ ആണുങ്ങളെ മൊത്തത്തിൽ ഇങ്ങോട്ട് ചവറാക്കി കാണിക്കുന്ന സിനിമകൾ ഇറക്കണം എന്നാണോ? ഇവിടെ പെണ്ണുങ്ങളും വിഷയം ഉണ്ടാക്കുന്നില്ലേ? നാളെ ഇപ്പോൾ ഒരു സിനിമ ഇറക്കിയിട്ട് പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന വിഷയം ഇപ്പോൾ ഫേക്കായിട്ട് എത്ര കേസസ് കൊടുക്കുന്നു, എത്ര കേസ് ഫേക്കായിട്ട് ആണുങ്ങൾക്കെതിരെ വരുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടേ? ആണുങ്ങൾ ഇവിടെ 2 ഭാഗവും പറയുന്നുണ്ടല്ലോ. ചില സ്ത്രീകൾ നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് വൺ സൈഡഡ് ആയിട്ട് മാത്രം ചവിട്ടി മതിച്ച് പോയിക്കൊണ്ടിരിക്കുക. അത് എനിക്ക് പേഴ്സണലി അത് ആക്സെപ്റ്റ് ആവുന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, വ്യാഖ്യാന ലീലകളാണ്. മമ്മൂട്ടിയെ പറ്റി പഠനങ്ങൾ, മോഹൻലാലിനെ പറ്റി പഠനങ്ങൾ, പഠിച്ച് നമ്മൾ റീഡു ചെയ്യുന്ന പോലും ഇല്ല. നമ്മൾ വി ആർ ഡൂയിങ് ആൻഡ് വി ആർ ഓവർ ഡൂയിങ്, എന്നിട്ട് വീണ്ടും നമ്മൾ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുക. പല വിധത്തിൽ ഇത് നിഷ്പക്ഷമാണ് എന്ന മട്ടിൽ ഏകപക്ഷീയമായിട്ടുള്ള ആണിന്റെ ആഘോഷം സിനിമയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകപക്ഷീയമായിട്ടുള്ള ആണിന്റെ ആഘോഷം സിനിമേന്റെ പേരിൽ എവിടെയാണ് നടക്കണേ? മോഹൻലാലിനെ കുറിച്ചോ മമ്മൂട്ടിയെ കുറിച്ചോ പഠനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ലോക സിനിമയിൽ തന്നെ ഇതാണ് ഇങ്ങനൊരു എന്താ പറയുക, ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് എവിടെയും സ്ത്രീയെ അടിച്ചമർത്തുന്നു, സ്ത്രീക്ക് വാല്യൂ കൊടുക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പഴയ പോലെ ഇപ്പോൾ കുറച്ചും കൂടി പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ സ്ത്രീയെ ജസ്റ്റ് അവിടെ കൊണ്ടുവന്നൊരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു കഥാപാത്രം മാത്രം നിർത്തി ആടി ചിരിച്ച് ഡയലോഗൊന്നും ഇല്ലാതെ പറഞ്ഞു വിടും. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? മാറ്റങ്ങളില്ലേ? നിങ്ങൾ ഒരിക്കലും മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങളിപ്പോഴും പറയുന്നത് മാസ്കുലിനിറ്റി ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. ആരാ ആഘോഷിക്കുന്നത്? നമ്മളൊക്കെ ഒരു പടം കണ്ടു, അത് തിയേറ്ററിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോരുകയാണ്. ഇതാരാ ആഘോഷിക്കാൻ നടക്കില്ല? പഴയ പോലെ ലാലേട്ടനെ പഴയ നരസിംഹവും 6-ാം തമ്പുരാൻ ഇറങ്ങിയപ്പോൾ മീശ പിരിച്ച് നടന്നവരുണ്ടാവും. പക്ഷെ ഇപ്പം ഇതേമാതിരി ലാലേട്ടൻ്റെ ഒരു മീശ പിരിയൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ മീശ പിരിച്ച് ഇറക്കുമോ? സൽമാൻ ഖാൻ്റെ ഒരു സിനിമ ഉണ്ടാവും, ബൈജാൻ എന്ന് പറഞ്ഞിട്ട് മസിൽ പിടിച്ച് നടക്കുന്നവരുണ്ടാവും. ഇപ്പം ആരെങ്കിലും അങ്ങനെ നടക്കുമോ? ഇതിന് തലയ്ക്ക് പിടിച്ച ഫാൻസ് നടക്കുന്നല്ലാതെ പൊതുജനമൊക്കെ മാറിക്കഴിഞ്ഞ്. തിരിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം സ്ത്രീകൾ ക്യാപ്റ്റിവേറ്റഡ് ആണ്. അവർ ഭയങ്കര സബ്മിസീവാണ്. അവർക്ക് അറിയുന്നില്ല അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം സിനിമയിൽ ഫാലോസെൻട്രിസിസത്തിൻ്റെ ഇടയിൽ ഇത് ഒരു കേവല ഫിലിം തിയറി ആയിട്ട് കരുതരുത്. കാരണം ഫാലോസെൻട്രിസിസം അതിൻ്റെ ഗതികേട് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീക്ക് തിയറി പറയുമ്പോഴും വീണ്ടും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് മാർക്സിനെയാണ് അല്ലെങ്കിൽ ഫ്രോയിഡിനെയാണ്. വീണ്ടും ആണുങ്ങളുടെ തിയറിയിൽ തന്നെ അതിൻ്റെ ചുറ്റും തന്നെ നിൽക്കേണ്ടി വരുന്നു എന്നാണ് നമ്മളെ ഈ ഫിലിം തിയറികളൊക്കെ പറയുന്നവരുടെ തന്നെ ഗതികേടായിട്ട് അവർ പറയാറുള്ളത്. അവരുടെ വിഷമം കോട്ട് ചെയ്യാനുള്ളത് വീണ്ടും ഒരു തിയറി പറയുന്ന ആണിന് തന്നെയാണ്. ഇത് ചെറിയ കാര്യമല്ല എന്ന് പറയാൻ കാരണം, ഈ ഫാലോസെൻട്രിസിസം ഇംബൈബ് ചെയ്തുകൊണ്ട് അകത്ത് ക്യാരി ചെയ്തത് കൊണ്ടാണ് ഇവിടെ നിയമപരമായിട്ട് IC വേണം. 10 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഒരു IC വേണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടതില്ല എന്ന് മലയാള സിനിമയ്ക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ലോ ഓഫ് ദ ലാൻഡിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ പേര് പറയരുത് എന്ന് പറയുമ്പം ആ കുട്ടിയുടെ പേര് ലൈവിൽ വന്നിട്ട് പറഞ്ഞാലും അറസ്റ്റ് ചെയ്യപ്പെടാതെ അടുത്ത പടവും അതിൻ്റെ ആഘോഷവും നടത്താൻ പറ്റും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ലിറ്റററി തിയറി ഉണ്ടല്ലോ, ഫാലോസെൻട്രിസിസം, അത് നമ്മൾ കലക്കി കുടിച്ചതുകൊണ്ടാണ്, അത് അകത്ത് ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സിനിമ ഒന്നും എന്നെ സംബന്ധിച്ച് പുതിയതല്ല. ഒരു പുതിയ സിനിമയും ഞാൻ ഈ അടുത്തല്ല ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ കാണി നവീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ഈ വിധം എൻഡോസ് ചെയ്യില്ലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേച്ചി തന്നെ ഒരു സിനിമ എടുത്ത് കാണിക്കുക. ആണിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആണിൻ്റെ ഒരു വാക്ക് കോട്ട് ചെയ്യുമ്പോൾ, സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആണിൻ്റെ ഒരു കോട്ട് എടുത്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ആണ് പറഞ്ഞതുകൊണ്ടാണെന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളൊന്നും പറയാത്തതുകൊണ്ടല്ലേ എന്നുള്ള തിരിച്ച് ചോദ്യം ചോദിച്ചൂടെ?
അത് ശരി, ഇത് ആണ് ഒരു പെണ്ണിന് വേണ്ടി സംസാരിക്കുന്നവർക്കടക്കം ഒരു ആണിൻ്റെ കോട്ടെടുത്ത് വെക്കാൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ പറഞ്ഞു എന്ന് കൺസിഡർ ചെയ്യും നിങ്ങൾ. നല്ലത് ആര് പറഞ്ഞു? ആണ് പെണ്ണ് എന്നല്ല, നല്ലത് പറഞ്ഞാൽ നല്ലത്, അതൊരു മനുഷ്യൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കാമല്ലോ. അത് ചിന്തിക്കില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറഞ്ഞൊരു മാധ്യമം, ഓക്കെ, ആ മാധ്യമത്തിനകത്ത് നിങ്ങൾ പുതുതായിട്ട് ഞങ്ങൾ പുതുതായിട്ട് പലതും കാണുന്നുണ്ട്. നിങ്ങൾ പുതുതായിട്ട് കാണാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതി വേറെയാണ്. നിങ്ങളുടെ ചിന്താഗതിയിലുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇറക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആണത്തം ആഘോഷിക്കപ്പെടുന്നു, ഇവിടെ ലൈവിൽ വന്നിട്ട് ഒരു പെണ്ണിൻ്റെ പേര് പറഞ്ഞു, ഓക്കെ, ഒരു ഇരയുടെ മുഖം കാണിച്ചു, പേര് പറഞ്ഞു, അത് എത്ര കേസുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ തിരിച്ചെത്ര സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കുക. ഈ സൊസൈറ്റിക്കകത്ത് നിങ്ങൾക്ക് പുതുതാണ് അല്ലെങ്കിൽ അല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പോൾ പുതുതാണെന്ന് തോന്നാം, പുതുതല്ല എന്ന് തോന്നാം, അപ് ടു യു. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അടക്കമുള്ള കുറേ പേര് ഇപ്പോൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അടുത്ത കാലങ്ങളായിട്ട് സൊസൈറ്റിയിൽ എത്രയോ ഫേക്ക് കേസസ് പെണ്ണുങ്ങൾ ആണുങ്ങൾക്കെതിരെ കൊടുക്കുന്നില്ല. എന്നിട്ട് ആണുങ്ങളെ മുഖവും കാണിച്ച് അവരുടെ അഡ്രസ്സും വെച്ച് അവരെ ഇല്ലാതാക്കി, അവരുടെ ലൈഫും പോയി, അവരുടെ കുടുംബത്തിൻ്റെ ലൈഫും പോയി. എത്ര കേസുകളുണ്ട്? നിങ്ങൾ അതാരെങ്കിലും അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? സ്ത്രീകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾ ഫേക്ക് കേസ് കൊടുത്താൽ അടക്കം അത് ഏതാ സ്ത്രീ ആരാ സ്ത്രീ എന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. ഇനിയിപ്പോൾ ജെനുവിനായിട്ട് അവരെ വേറെ എല്ലാ കേസിനും പിടിച്ചു തരും, എന്നാലും അവരെ മുഖവും അവരുടെ അഡ്രസ്സും പുറത്തു വരില്ല. അവർക്ക് സൊസൈറ്റിയിൽ വീണ്ടും ഇറങ്ങി നടക്കാം. ആണിന് പറ്റുമോ? അത് നിയമം അടക്കം നിങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്നിരുന്നിട്ട് വീണ്ടും പറയുകയാണ് ഇവിടെ മാസ്കുലിനിസം ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നു. അത് നിങ്ങളിങ്ങനെ പറഞ്ഞ് അത് സ്റ്റാമ്പ് ചെയ്യാനോ നോക്കണേ. ഫാലോസെൻട്രിസം ഉണ്ട്, മാസ്കുലിനിസം ഉണ്ട്. ഇതിങ്ങനെ ലൈക്ക് ഐ ഡോണ്ട് നോ, ഇത് എത്ര കാലം ഇത് ഇങ്ങനെ സംസാരിച്ചു. ഇത് സംസാരിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ വിഷയം. ഇത് സംസാരിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇരുന്നൊരു മൈക്ക് കിട്ടിയ ഉടനെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രൗഡിനെ കയ്യിലെടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഡൂ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇത് ന്യൂജൻ ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളൊക്കെ വിടും, നമ്മളൊക്കെ ഏജ്ഡായി. വരുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് അവർ ഈ പറഞ്ഞ മാതിരി അവനൊരു ആണത്ത മേധാവി, അങ്ങനെ അവളൊരു ഫെമിനി, അങ്ങനെയൊന്നുമില്ല. അവർക്കൊക്കെ എല്ലാവരും ഹ്യൂമൻ, ആ ഒരു ലൈനിലാണ് അവർ. മനുഷ്യൻ ആ ഒരു ലൈനിലാണ് എല്ലാവരും പോകുന്നത്. ലോകം തന്നെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും കേരളത്തിൽ ഇപ്പോഴും മാസ്കുലിനിസവും ഫെമിനിസവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സിനിമകളെക്കുറിച്ച് കുറ്റം പറയും, നിയമങ്ങളെക്കുറിച്ച് പറയും. ഇതങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കുറ്റം വരുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനും.